ഓം ഗം ഗണപതേ നമഃ. ഓം ഗം സിദ്ധേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി. സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഞാൻ ഇന്ന് ദേവി മാഹാത്മ്യത്തിലെ ദേവി കവചം ആണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അത് ദേവി കവചമാണ്. ദേവി മാഹാത്മ്യത്തിലെ ആദ്യമായി പാരായണം ചെയ്യപ്പെടേണ്ട സ്തോത്രം. പാരായണം ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടിരുന്നു, കണ്ടു കാണുമെന്ന് കരുതുന്നു. നമുക്ക് അധ ദേവി കവചം. മാർക്കണ്ഡേയ മുനി പറയുകയാണ്, മാർക്കണ്ഡേയ ഉവാച. ഈ ഉവാച മന്ത്രങ്ങളെ ഒരു മന്ത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്ക് തുടങ്ങാം. യദ്ഗുഹ്യം പരമം ലോകേ സർവരക്ഷാകരം നൃണാം എന്ന കസ്യചിദാഖ്യാതം തന്മേ ബ്രൂഹി പിതാമഹ. മാർക്കണ്ഡേയൻ പറഞ്ഞു, പിതാമഹൻ പിതാവിൻ്റെ പിതാവാണ് അല്ലേ, പിതാമഹൻ്റെ പിതാവാണ്, പിതൃപിതാവാണ് പിതാമഹൻ. ഇവിടെ പിതാമഹൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രഹ്മാവിനെയാണ്. ലോകേ ലോകത്തിൽ ഗുഹ്യം പരമം രഹസ്യവും ഉത്കൃഷ്ടവുമായി അല്ലെങ്കിൽ ശ്രേഷ്ഠവുമായി നൃണാം മനുഷ്യർക്ക്. മനുഷ്യർ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ ജാതി മനുഷ്യരും വിടും, വിവരമുള്ളവരും വിവരമില്ലാത്തവരും, അതായത് പണ്ഡിതനും പാമരനും എല്ലാവർക്കും. സർവരക്ഷാകരം, അതായത് എല്ലാവിധത്തിലുള്ള രക്ഷയെയും ചെയ്യുന്നതിനായി. കസ്യചിത് ആഖ്യാതം, കസ്യചിത് ഒരിക്കലും ഒരുത്തനോടും പറഞ്ഞിട്ടില്ലാത്തതായി. യത് യാതൊന്നുണ്ടോ, തത് അതിനെ, മേ ബ്രൂഹി എനിക്ക് ഉപദേശിച്ചാലും എന്ന് പറയുകയാണ്. ഇവിടെ അല്ലയോ ബ്രഹ്മാവേ, ലോകത്തിൽ രഹസ്യവും ഉത്കൃഷ്ടവും മനുഷ്യർക്ക് സകല രക്ഷയെയും ചെയ്യുന്നതും ഈ ഒരുത്തനോടും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തതുമായി യാതൊന്നുണ്ടോ, അതിനെ എനിക്ക് ഉപദേശിച്ചാലും എന്ന് മാർക്കണ്ഡേയ മുനി ബ്രഹ്മാവിനോട് പറഞ്ഞു. യാതൊന്നും ഭവാൻ ആരോടും പറയാതെ നിധി പോലെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നുണ്ടോ അത്. അതുകൊണ്ട് നിശ്ചയമായും വേഗത്തിൽ രക്ഷ കിട്ടുമെന്ന് താല്പര്യം. അല്ലെങ്കിൽ നിധിയെപ്പോലെ രക്ഷിച്ചു വെച്ചിട്ട് ആവശ്യമില്ലല്ലോ. ആ ഉത്കൃഷ്ട വസ്തുവാണ്. ഹേ പിതാമഹ, സ്വസന്താന രക്ഷയ്ക്കായി പിതാമഹനാൽ തന്നെ നിശ്ചയമായി ദാനം ചെയ്യപ്പെടണം ആ വസ്തു. അതുകൊണ്ട് പറഞ്ഞാലും. ഇനി അത് യാതൊന്നുകൊണ്ട് സകലർക്കും രക്ഷയുണ്ടാകുമോ, അത് ഇവിടെ എല്ലാ ആളുകൾക്കും എല്ലാ രീതിയിലുള്ള ആളുകൾക്കും. ആ ബ്രഹ്മം എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അല്ല, അത് സർവരക്ഷാകരമാകുന്നു. ഇവിടെ ബ്രഹ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവവ്യാപകമായ ബൃഹത്തമമായ മഹത്തരമായ. ഇനി ആദ്യമായി ബ്രഹ്മത്തിൻ്റെ ഈ വിവരണം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഉപനിഷത്തുകളിലാണ് കേട്ടോ. അത് വിസ്തരിച്ച് ബ്രഹ്മം എന്താണെന്ന് കുറച്ചും കൂടെ വിപുലമായ രീതിയിൽ ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, അത് കണ്ടാൽ മതി. ഇനി ഇവിടെ ബ്രഹ്മമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയാണ്. അതിൽ നിന്നാണ് സർവ്വതും ഉത്ഭവിക്കുന്നത്. സൃഷ്ടിയുടെ പ്രാദുർഭാവം ബ്രഹ്മത്തിൽ നിന്നാണ്. അത് ഈ വിശ്വത്തിൻ്റെ മൂലകാരണമാണ്. സ്ഥിതിയും വിലയവും അത് തന്നെയാണ്. അതിൽ നിന്ന് ഉത്ഭവിച്ച് അതിൽ തന്നെ വിലീനമാകുന്നതാണ്. ഇങ്ങനെ പരമാർത്ഥ വസ്തുവാണ്. നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു തവണ കണ്ടാൽ ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം എന്ന് പറയുന്നുണ്ട്. അതായത് ഒറ്റ നോട്ടത്തിൽ ഒരുന്ന് നോക്കി ഒറ്റ ഞൊടി കണ്ടാൽ തന്നെ നമുക്ക് പുരുഷാർത്ഥാത്മക, അതായത് പുരുഷാർത്ഥങ്ങൾ എല്ലാം കൈവരുന്നതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബ്രഹ്മമാണോ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാലല്ല. പക്ഷേ അത് ഉത്കൃഷ്ട വസ്തുവാണ്. അതിനെ പറഞ്ഞാലും പറഞ്ഞു തന്നാലും എന്ന് മാർക്കണ്ഡേയ മുനി പറയുകയാണ്. ബ്രഹ്മോവാച എന്ന് പറഞ്ഞാൽ അത് വേറൊരു മന്ത്രമാണ്, മൂന്നാമത്തെ മന്ത്രം. ഇനി ബ്രഹ്മാവ് പറഞ്ഞു, അസ്തി ഗുഹ്യതമം വിപ്ര സർവഭൂതോപകാരകം ദേവ്യാസ്തു കവചം പുണ്യം ദക്ഷൃണുഷ്വ മഹാമുനെ. ബ്രഹ്മാവ് ഇപ്രകാരം പറയാണ്, വിപ്ര, ഹേ ബ്രാഹ്മണ, ബ്രാഹ്മണൻ്റെ പര്യായപദമാണ് വിപ്രൻ. ഗുഹ്യതമം, അത്യന്തം രഹസ്യമായി. ഗുഹ്യം രഹസ്യം, ഗുഹ്യതമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. പോസിറ്റീവ് ഡിഗ്രി ഗുഹ്യം, കമ്പാരറ്റീവ് ഡിഗ്രി ഗുഹ്യതരം, ഗുഹ്യതമം സൂപ്പർലേറ്റീവ് ഏറ്റവും മുകളിലാണ്. അപ്പോൾ ആ അത്യന്തം രഹസ്യമായിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഇല്ല. സർവഭൂതോപകാരകം, ഇവിടെ ഭൂതം എന്ന് പറഞ്ഞിരിക്കുന്ന സർവപ്രാണികളെയാണ്. ഈ ലോകത്തുള്ള സകല പ്രാണികൾക്കും ഉപകാരകമാണ്, ഉപകാരപ്രദമാണ്, പുണ്യമാണ്. ദേവ്യാസ്തു കവചം അസ്തി, ദേവിയുടെ കവചം, ആ പുണ്യമായിട്ടുള്ള വസ്തുവാണ് ദേവിയുടെ കവചം. മഹാമുനെ തച്ഛൃൺഷ്വ, അതിനെ കേട്ടാലും. തച്ഛൃൺഷ്വ, തത് ഋൺഷ്വ,
അപ്പോൾ അതിനെ കേട്ടാലും. ബ്രഹ്മാവ് ഉത്തരം പറഞ്ഞതാണിത്. ഇനി അടുത്തത് നോക്കാം. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കൂഷ്മാണ്ഡേതി ചതുർധകം, പഞ്ചമം സ്കന്ദമാദേതി, ഷഷ്ടം കാത്യായനീതി ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിത പ്രോക്ത, നവദുർഗാ പ്രകീർത്തിതാഹ, ഉക്താന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മന. ഇവിടെ ഞാൻ 3 ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നവദുർഗമാരെയാണ് ഈ ശ്ലോകങ്ങളിൽ പ്രകീർത്തിച്ചിരിക്കുന്നത്. ഏതെല്ലാം രൂപത്തിലാണ് ദുർഗമാരുടെ അവതാരം എന്ന്. പ്രഥമം ഒന്നാമത് ശൈലപുത്രി എന്ന്, ശൈലം ഹിമവാന്റെ പുത്രിയാണ്. ദ്വിതീയം ബ്രഹ്മചാരിണി, രണ്ടാമത് ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത് ചന്ദ്രഖണ്ഡ. ഇവിടെ ചന്ദ്രഖണ്ഡ എന്ന് പറഞ്ഞാൽ അർദ്ധചന്ദ്രൻ്റെ ആകാരം ധരിച്ചിരിക്കുന്നത് കൊണ്ട് അതിനൊരു മണിയുടെ ആകൃതിയുണ്ട്, അതുകൊണ്ടാണ് ചന്ദ്രഖണ്ഡ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറെ ഒരു അർത്ഥം പറയാവുന്നത് ചന്ദ്രൻ കയ്യിലുള്ള മണിയിലുള്ളവൾ എന്ന്, അല്ലെങ്കിൽ ചന്ദ്രനെ പോലെ നിർമ്മലമായ മണിയോടുകൂടിയവൾ എന്ന് വേണമെങ്കിലും പറയാം. ഇവിടെ രഹസ്യാഗമം എന്ന ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആഹ്ലാദകാരിണീ ദേവി ചന്ദ്രഖണ്ഡേതി കീർത്തിത എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആഹ്ലാദകാരിത്വം കൊണ്ട്, ആഹ്ലാദത്തെ ജനിപ്പിക്കുന്നത് കൊണ്ട് ചന്ദ്രനോട് സദൃശാം, ചന്ദ്രനേക്കാൾ അതിശയ സൗന്ദര്യവതി എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി തൃതീയം ചന്ദ്രഖണ്ഡേതി, കൂഷ്മാണ്ഡേതി ചതുർധകം. ഈ കൂഷ്മാണ്ഡ എന്ന് പറഞ്ഞാൽ അതായത് കുൽസിതമായ ഊഷ്മാവ് ഉദരത്തിലുള്ളവൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൂഷ്മാണ്ഡത്തിന് മത്തങ്ങ അല്ലെ കുമ്പളങ്ങയാണ്. ആ കുമ്പളങ്ങ നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ അവിടെ വഴിപാടായിട്ട് കൊടുക്കുമ്പോൾ, നമ്മുടെ ഇവിടെ അങ്ങനെ അത് പതിവില്ല. തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ കുമ്പളങ്ങയിൽ ഇങ്ങനെ നാരങ്ങയൊക്കെ കത്തിച്ച് വെച്ച് ഇങ്ങനെ താഴെ എറിയുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ സിനിമയിലൊക്കെ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ കുമ്പളങ്ങ നിവേദിക്കുമ്പോൾ പ്രീതിപ്പെടുന്നവൾ എന്നുള്ള ഒരർത്ഥവും കൂടിയുണ്ട് ഇതിന്. കൂഷ്മാണ്ഡേതി, അപ്പോൾ കൂഷ്മാണ്ഡ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദരത്തിൽ കുൽസിതമായ ഊഷ്മാവ് വഹിക്കുന്നവൾ, അല്ലെങ്കിൽ സന്താപത്തോടു കൂടിയ സംസാരത്തെ പേറുന്നവൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇനി അല്ലെങ്കിൽ എല്ലാ തിന്മകളെയും നന്മകളെയും ക്ഷമയോടുകൂടി സഹിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട്. ഇനി അടുത്തത് പഞ്ചമം, അഞ്ചാമത് സ്കന്ദമാതാവ്, അതായത് സ്കന്ദൻ്റെ കുമാരൻ്റെ മാതാവാണ് മുരുകൻ്റെ, അതുകൊണ്ട് സ്കന്ദമാതാവ് എന്ന് പറയുന്നു. ഷഷ്ടം കാത്യായനീതിജ, കാത്യായനാശ്രമത്തിൽ താമസിച്ച് കുമാരിയായി താമസിച്ചത്, അതുകൊണ്ട് തന്നെ കന്യകയായി ആ രൂപത്തിൽ തന്നെ മുനിയാൽ സ്വീകൃതയായതുകൊണ്ട് ദേവിക്ക് കാത്യായനി എന്ന് പേര് കിട്ടി. കുമാരിത്വം കൊണ്ടാണ് ആ കുമാരി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഷഷ്ടം കാത്യായനി തീച്ച, ആറാമത് കാത്യായനി. സപ്തമം, ഏഴാമത് കാളരാത്രി. അതായത് കാളരാത്രി എന്ന് പറഞ്ഞാൽ ഭയാനകമായ രാത്രി, ഇവിടെ നൈറ്റ് ഓഫ്, അതായത് മരണത്തിൻ്റെ രാത്രി എന്നാണ് ശരിക്കും പറഞ്ഞാൽ കാളരാത്രി എന്നും. അഷ്ടമം മഹാഗൗരി എന്ന്, ആ എട്ടാമത് വിളിക്കുന്നത് മഹാഗൗരിയാണ്. ഇവിടെ മഹാഗൗരി ഇത് വളരെ അഭിമാനമുള്ള ഒരു പേരും ദേവിയുമാണ്. എന്തുകൊണ്ടെന്നാൽ കളിയായിട്ട് ശിവൻ കാളിയെന്ന് വിളിച്ചു ഒരു ദിവസം ദേവിയെ. അങ്ങനെ കളിയായിട്ട് വിളിച്ചതുകൊണ്ട് ആ ഗൗരവർണ്ണത്തെ സമ്പാദിച്ചു എന്നാണ് കാളീപുരാണത്തിൽ വർണ്ണിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് നവമം സിദ്ധിത, സിദ്ധി മോക്ഷത്തെ കൊടുക്കുന്നവൾ, സിദ്ധിയെ ദാനമായി കൊടുക്കുന്നവൾ. ദുർഗയ്ക്ക് ഈ 9 ഭേദങ്ങൾ ഉണ്ട്. അതിന് ധ്യാനത്തിന് വേണ്ടി ശാസ്ത്രത്തിൽ 9 പറയുന്നു. ദുർഗാദേവി ഒറ്റേ ഒരു ദേവി തന്നെയാണ്, ഏകരൂപയാണ്. അതുകൊണ്ട് ദേവിയുടെ കവചം എന്ന് 2-ാം ശ്ലോകത്തിൽ ഏകവചനായിട്ട് അതുകൊണ്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ബ്രഹ്മാവ് ഈ 9 നാമങ്ങൾ താൻ തന്നെ നിർമ്മിച്ചതാണോ എന്ന ശങ്കയെ പരിഹരിക്കുന്നതിനായിട്ടാണ് ബ്രഹ്മണൈവ മഹാത്മന, മഹാത്മ്യമുള്ള വേദത്താൽ തന്നെ പറയപ്പെട്ടതാകുന്നു എന്ന് ബ്രഹ്മാവ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് അഗ്നിനാ ദഹ്യമാനസ്തു ശത്രുമധ്യഗതവരണേ വിഷമേ ദുർഗമേ ചൈവ ഭയാർത്താ ശരണം ഗതാഹ. ഭയാർത്തന്മാരായിട്ട്, അതായത് ആർത്തന്മാർ ദുഃഖിതരാണ്. ഭരണം അതായത് ഭയം കൊണ്ട് ദുഃഖിതരായവർ, സംഭ്രമിച്ചവർ. അഗ്നിന ദഹ്യമാനസ്തു, അഗ്നിയാൽ ദഹിക്കപ്പെട്ടവനും എന്ന് പറഞ്ഞാൽ ചിതയാകുന്ന ചിന്തയാൽ ദഹിക്കപ്പെട്ടവൻ. നമുക്ക് ദുഃഖം വരുമ്പോൾ വളരെ ചിന്തിച്ചു പോകും നമ്മളല്ലേ. ആ ചിന്തയാകുന്ന അഗ്നിയുണ്ട്, അല്ലാതെ യഥാർത്ഥത്തിലുള്ള അഗ്നിയുണ്ട്. അപ്പോൾ നമ്മൾ ദുഃഖത്തിലും അല്ലാതെ അഗ്നിയാലും ദഹിക്കപ്പെട്ടവൻ. രണേ, യുദ്ധത്തിൽ. ശത്രുമധ്യത്തിൽ ഗതഹ, പോയവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ശരണം പ്രാപിച്ചവനാണ്. തസ്യേ ആപദം ന പശ്യാമി,
ഇവിടെ ദേവിയാൽ അത് ആശ്രയം കൊടുക്കപ്പെട്ടാൽ, അതായത് ദേവിയെ ആശ്രയിച്ചാൽ ഒരിക്കലും അവന് ആപത്തുണ്ടാകുകയില്ല എന്ന് സാരം. ശോക ദുഃഖ ഭയം നഹി, ശോകമോ ദുഃഖമോ, അത് ദുഃഖം കൊണ്ടുള്ള ശോകമായാലും അഥവാ ഇനി ഭയം കൊണ്ടുള്ള ശോകമായാലും ഇനി ദുഃഖം കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണെങ്കിലും അത് ഉണ്ടാകില്ല. നഹി, ഇല്ല തന്നെ. വിഷമേ, ഇവിടെ വിഷമം എന്ന് പറഞ്ഞാൽ പോയിസൺ അല്ല ഉദ്ദേശിച്ചിരിക്കുന്ന, അസാമാന്യമായി വിശേഷ രൂപേണ. ദുർഗമേ, അസഹ്യമായിരിക്കുന്ന, സാധാരണയല്ലാത്ത രീതിയിൽ അസഹ്യമായിരിക്കുന്ന രണസങ്കടേ, യുദ്ധസങ്കടത്തിൽ. ഇവിടെ യുദ്ധം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന നമ്മുടെ സംഘർഷങ്ങളെ എല്ലാമാണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെല്ലാം സംഘർഷങ്ങൾ ഉണ്ടായാലും ആ വിഷമഘട്ടത്തിലെല്ലാം ഭയാർത്താഹ, ഭയപീഡിതന്മാരായിരിക്കുന്നവർ, ശരണം ഗതാഹ, ശരണം പ്രാപിച്ചാൽ തേഷാം, അവർക്ക് കിഞ്ചിത് അശുഭം ന ജായതേ, ഒട്ടും അമംഗളം ഉണ്ടാകുന്നില്ല. ഇവിടെ അഗ്നിയിൽ ദഹിക്കപ്പെട്ടവനും യുദ്ധത്തിൽ ശത്രുമധ്യത്തിൽ അല്ലെങ്കിൽ ആപത്തിൽ അകപ്പെട്ടവനും വന്ന് ദേവിയെ ശരണം പ്രാപിച്ചാൽ അവന് ഒരിക്കലും ദുഃഖം കൊണ്ടുള്ള ഭയമോ ആപത്തോ ഉണ്ടാകുകയില്ല. അവരെ ദേവി സംരക്ഷിക്കും. അസാമാന്യമായിരിക്കുന്ന, അസഹ്യമായിരിക്കുന്ന ആ സംഘർഷാവസ്ഥയിൽ ഭയപീഡിതന്മാരായി ഈ ശരണം പ്രാപിക്കുന്നവർക്ക് ഒട്ടും തന്നെ അമംഗളം ഉണ്ടാകുകയില്ല. ദേവി അവരെ തൃക്കൈകളാൽ സംരക്ഷിക്കും, തലോടി സംരക്ഷിക്കും, എല്ലാ ദുഃഖങ്ങളെയും അകറ്റിക്കൊടുക്കുമെന്ന് ഇവിടെ ബ്രഹ്മാവ് പറഞ്ഞിരിക്കുന്നു. ഇനി ദുർഗയുടെ ഈ നവനാമങ്ങളെയും 9 നാമങ്ങളെയും പഠിക്കുന്നവൻ ആരായാലും അനേകം പേരായാലും ദേവിയെ ശരണം പ്രാപിച്ചാൽ അവർക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി ഈ ദേവതാ സ്വരൂപത്തെ പറഞ്ഞിട്ട് തൽഫലത്തിൽ അവിശ്വസിക്കരുതെന്നും പറയുന്നുണ്ട്. അഗ്നിയാൽ ദഹിക്കപ്പെട്ടവനും യുദ്ധത്തിൽ ശത്രുമധ്യത്തിൽ പോയവനും വിഷമമായി അതിസങ്കടമായിരിക്കുന്ന അവസ്ഥയിൽ ഭയപീഡിതരായിട്ടിരിക്കുന്നവരും ദേവിയെ ശരണം പ്രാപിച്ചാൽ അവർക്ക് ഭക്തിയോടുകൂടാത്ത സ്മരണ കൊണ്ട് മാത്രം ഭയാദികൾ ഉണ്ടാകുകയില്ല. അതായത് ഭക്തിയോടുകൂടി തന്നെയാണ് നമ്മൾ ദേവിയെ സ്മരിക്കുന്നത്, അല്ലേ? ഒരിക്കലും അത് വിഫലമാവുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൻ്റെ ഒരു വരി നോക്കുക. യസ്തു ഭക്തിയ സ്മൃതാനൂനം ദേശാം വൃദ്ധി പ്രജായതേ, യസ്തു ഭക്തിയ സ്മൃതാനൂനം ദേശാം വൃദ്ധി പ്രജായതേ, പ്രേതസംസ്ഥാതു ചാമുണ്ട വാരാഹി മഹിഷാസന. ഇനിയും ദേവിയുടെ മറ്റുള്ള രൂപങ്ങളെയൊക്കെയാണ് പറയുന്നത്. ഇവിടെ നവദുർഗമാരെ നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് സപ്തമാതൃക്കളെയാണ്. അതായത് യൈസ്തു ഭക്തി എന്ന് പറഞ്ഞാൽ ആരാണോ ഭക്തിപൂർവ്വം അതായത് സ്മരിക്കുന്നത്, ഭക്തിയോടുകൂടി ആര് സ്മരിക്കുന്നുവോ നൂനം തേഷാം ഋദ്ധി പ്രജായതേ, നൂനം നിശ്ചയമായിട്ടും തേഷാം അവർക്ക് ഋദ്ധി സമൃദ്ധിയാണ്, പ്രജായതേ നല്ലവണ്ണം ഉണ്ടാകുന്നു. അത് നൂനം തന്നെ, നിശ്ചയം തന്നെ എന്നാണ്. ആര് ദേവിയെ ഭക്തിയോടുകൂടി സ്മരിക്കുന്നുവോ അവർക്ക് വളരെയധികം സമൃദ്ധി തീർച്ചയായിട്ടും ഉണ്ടാകും. സമൃദ്ധി, സിദ്ധി, ജ്ഞാനം, മോക്ഷം എന്നും വേണമെങ്കിൽ പറയാം. അവർക്ക് മോക്ഷം ഉണ്ടാകുന്നു. ഭക്തിയോടുകൂടി സ്മരിക്കുന്നവർക്ക് മുൻപറഞ്ഞ എല്ലാ ഫലങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ ഋദ്ധി സമൃദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് ധർമാർത്ഥ കാമമോക്ഷ സമൃദ്ധി ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ധർമാർത്ഥ കാമമോക്ഷം എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥങ്ങളാണ് അവയെല്ലാം. ഇനി പ്രേതസംസ്ഥ തു ചാമുണ്ട, ഇവിടെ മുതൽ ഈ വരി മുതൽ സപ്തമാതാക്കളെ പറയുകയാണ്. പ്രേതസംസ്ഥ എന്ന് പറഞ്ഞാൽ അതായത് പ്രേതാസനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ചാമുണ്ട കാളീദേവിയാണ്. ചണ്ടൻ, മുണ്ടൻ എന്നീ അസുരന്മാരെ വധിച്ചപ്പോഴാണ് ഈ ചാമുണ്ട എന്ന് കാളിക്ക് പേര് വന്നത്. അത് പിന്നീടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ കഥ വായിച്ചു പോകുമ്പോൾ. അതുകൊണ്ട് ചാമുണ്ട കാളീദേവി തന്നെയാണ്. പ്രേതസംസ്ഥ, പ്രേതത്തിൽ അതായത് ഡെഡ് ബോഡിയിൽ ഇരിക്കുന്നവൾ. വാരാഹി വരാഹശക്തിയാണ്. പണ്ട് മഹാവിഷ്ണു ഭൂമിയെ വീണ്ടെടുക്കാനായി പാതാളത്തിലേക്ക് പോയപ്പോൾ ബ്രഹ്മാവിൻ്റെ നാസികയിൽ നിന്നാണ് ഈ വരാഹ ശിശുവായിട്ട് മഹാവിഷ്ണു ജനിക്കുന്നതും. ജനിച്ചു വീണ ഉടനെ തന്നെ വളരെ വലിയ ആകാരം പൂണ്ട് ബ്രഹ്മാവ് തന്നെ ഭയന്നുപോയി. ആ വരാഹശക്തിയാണ്, വരാഹരൂപമായ മഹാവിഷ്ണുവിൻ്റെ കൂടെയുള്ള ശക്തിയാണ്, സ്ത്രീ ശക്തിയാണ് വരാഹശക്തി. വാരാഹീദേവിയാണ്. മഹിഷാസന പോത്ത് ആസനമായുള്ളവളാണ്. പിന്നെ ഐന്ദ്രി ഇന്ദ്രാണിയാണ്. ഇന്ദ്രൻ്റെ ശക്തിയാണ് ഇന്ദ്രാണി. ഗജസമാരൂഢ ഇന്ദ്രാണി ഗജത്തിലാണ് കയറി വന്നിരിക്കുന്നത്. ഇവിടെ ഗജം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഇന്ദ്രൻ്റെ ഐരാവതമാണ്. വൈഷ്ണവി വിഷ്ണു ശക്തി. അതുപോലെ ഗരുഡാസന, ഈ വിഷ്ണു ശക്തി വന്നിരിക്കുന്നത് ഗരുഡൻ്റെ മുകളിലാണ്. അതായത് വിഷ്ണുവിൻ്റെ, മഹാവിഷ്ണു ഭഗവാന്റെ വാഹനത്തിലാണ് വന്നിരിക്കുന്നത്. മഹേശ്വരി, മഹേശ്വരപത്നിയാണ്. മഹേശ്വരപത്നി വന്നിരിക്കുന്നത് വൃഷാരൂഢ, വൃഷഭത്തിൽ കയറിയവൾ, കാളയുടെ പുറത്താണ് മഹേശ്വര ശക്തി വന്നിരിക്കുന്നത്. കൗമാരി,
നമുക്കറിയാം സുബ്രഹ്മണ്യ ശക്തിയാണ് കൗമാരി എന്നറിയപ്പെടുന്നത്. സുബ്രഹ്മണ്യൻ്റെ വാഹനം മയിലാണ്. അതുകൊണ്ട് ശിഖി വാഹന, ശിഖി മയിലാണ്. ശിഖി വാഹന, മയിൽ വാഹനമായുള്ളവർ. ബ്രാഹ്മി ബ്രഹ്മശക്തി. ഹംസസമാരൂഢ, ബ്രഹ്മാവിൻ്റെ വാഹനം ഹംസമാണ്. അതുകൊണ്ട് ഹംസത്തിൽ ആരൂഢയായിട്ടാണ് ബ്രഹ്മശക്തി വന്നിരിക്കുന്നത്. ഇനി സർവാഭരണഭൂഷിത ദേവ്യ, ഇവിടെ ദേവ്യ ദേവിമാർ, ദേവ്യാഹ ദേവിയുടെ. ദേവി എന്ന സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ ബഹുവചനമാണ് ദേവ്യ. ഇവിടെ നമുക്ക് നോക്കാവുന്നോട് ശ്ലോകം. പ്രേതസംസ്ഥാതു ചാമുണ്ടാ വാരാഹി മഹിഷാസന, ഐന്ദ്രീ ഗജസമാരൂഢ വൈഷ്ണവീം ഗരുഡാസന, മാഹേശ്വരി വൃഷാരൂഢ കൗമാരി ശിഖിവാഹന, ബ്രാഹ്മി ഹംസസമാരൂഢ സർവാഭരണഭൂഷിത, നാനാഭരണശോഭാഢ്യ നാനാരത്നോപശോഭിത, ദൃശ്യന്തേ രഥമാരൂഢ ദേവ്യ ക്രോധസമാകുലാഹ. ഇനി നമുക്ക് നാനാഭരണ ശോഭാഢ്യ എന്ന് പറഞ്ഞാൽ നാനാഭരണം എന്ന് പറഞ്ഞിരിക്കുന്ന പല പ്രകാരത്തിലുള്ള ആഭരണങ്ങൾ, നാനാവിധത്തിലുള്ള. ശോഭാഢ്യ, ആഭരണങ്ങളുടെ ശോഭ കൊണ്ട്, കാന്തി കൊണ്ട് ഉജ്ജ്വലിക്കുന്നവരാണ് ഈ ദേവിമാരെല്ലാവരും. നാനാരത്നോപശോഭിത, അതുകൂടാതെ തന്നെ ഈ ആഭരണങ്ങളിലുള്ള രത്നങ്ങളെ കൊണ്ടും ശോഭിക്കുന്നുണ്ട്. ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്ന കാന്തി കൂടാതെ അതിലുള്ള രത്നങ്ങളുടെ ശോഭ കൊണ്ടും ഉജ്ജ്വലിക്കുന്നു. ക്രോധസമാകുല, ഇനി അവർ കാണപ്പെടുന്നത് എങ്ങനെയാണ്? ക്രോധത്തോടുകൂടി, കോപത്തോടുകൂടിയാണ് കാണുന്നത്. രഥമാരൂഢ ദൃശ്യന്തേ, അവരെല്ലാവരും രഥങ്ങളിൽ കയറിയവരായും കാണപ്പെടുന്നു. അപ്പോൾ ഇവിടെ ചാമുണ്ടാദേവി പ്രേതാസനത്തിൽ, വാരാഹി പോത്ത് ആസനമായുള്ള, അതുപോലെ ഇന്ദ്രാണി ഐരാവതത്തിൽ കയറി വന്നു, വൈഷ്ണവി അതായത് വിഷ്ണുശക്തി ഗരുഡാസനയായിട്ട് വന്നു, മഹേശ്വര ശക്തി കാളയലിൻ്റെ പുറത്ത് കയറി വന്നു, കുമാരി അതായത് കൗമാരി ദേവി കുമാരശക്തി അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ശക്തി മയിൽ വാഹനത്തിൽ കയറി വന്നു, ബ്രാഹ്മി ബ്രഹ്മശക്തി അതായത് ബ്രഹ്മാണി ഹംസവാഹനത്തിലും കയറി സർവാഭരണഭൂഷിതയായിട്ട് ഇവരെല്ലാവരും വന്നു. പോരാത്തതിന് ഈ ദേവിമാരെല്ലാവരും അവരവരുടെ ആഭൂഷണങ്ങളെ കൊണ്ട് ഉജ്ജ്വലിക്കുന്ന കാന്തിയോടുകൂടിയവരാണ്. അതിലുള്ള രത്നങ്ങളെ കൊണ്ടും ശോഭിക്കുന്നവരാണ്. അതുപോലെ ശത്രുക്കളായ ദൈത്യന്മാരെ കുറിച്ച് ചിന്തിച്ച് അതികോപത്തോടു കൂടിയവരായിട്ട് അവർ രഥാരൂഢകളായി, അതായത് രഥത്തിൽ കയറിയവരായിട്ട് എന്ന് ഈ ദേവാദികളാൽ അകമ്പടി സേവിച്ചു വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ഇനി സപ്തമാതൃക്കൾക്ക് എപ്പോഴും പ്രാധാന്യം കൂടുതലാണ്. ഇനി ഇവരുടെ വർണ്ണന, ഈ സപ്തമാതാക്കളുടെ വർണ്ണനയാണ് ഇനി അടുത്ത ശ്ലോകങ്ങളിലുള്ളത്. നമുക്ക് നോക്കാം. എന്തൊക്കെ ആയുധങ്ങളാണ് ധരിച്ചിരിക്കുന്നതെന്ന്. ശംഖം ചക്രം ഗദാം ശക്തിം ഹലം ച മുസലായുധം ഖേടകം തോമരം ചൈവ പരശും പാശമേവ ച കുന്ദായുധം ത്രിശൂലം ച ശാർഗായുധമനുത്തമം ദൈത്യാനാം ദേഹനാശായ ഭക്താനാം അഭയായ ച ധാരയന്ത്യായുധാനി യുദ്ധം ദേവാനാം ച ഹിതായ വൈ. ശംഖം ചക്രം എല്ലാവർക്കും അറിയാം. ശംഖം ചക്രം ഗദ ഇതെല്ലാം മഹാവിഷ്ണുവിൻ്റെ ആയുധങ്ങളാണ് അല്ലേ, കയ്യിലുള്ള വസ്തുക്കളാണ്. ഇതെല്ലാം ധരിച്ചിരിക്കുന്നത് അപ്പോൾ വൈഷ്ണവി ശക്തിയായിരിക്കും. ശക്തിം വേൽ ധരിച്ചിരിക്കുന്നത് കുമാരി ശക്തിയായിരിക്കും. ഹലം കലപ്പ, മുസലായുധം മുസലം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഹലം കലപ്പയാണെന്ന് നമുക്കറിയാം അല്ലേ. ഈ മുസലം എന്നൊക്കെ പറഞ്ഞ ഇരുമ്പുലക്കയാണ് മുസലം. ഇനി ഖേടകം തോമരം, തോമരം എന്ന ആയുധത്തെ പരിച പോലെയുള്ള ഈ ഖേടകം തോമരം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് പരിച പോലെയുള്ളതും പിന്നെ ഇങ്ങനെ വലിച്ചു വിടുന്ന ഒരു ആയുധമാണ്. അതിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തോമരം. ഈ ആയുധത്തെ പരശും പാശം, കയറിനെ കോടാലിയാണ്, പരശു മഴുവാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുന്തായുധം അറിയാം, കുന്തം. തൃശൂലം അറിയാം എല്ലാവർക്കും, ദേവിയുടെ കയ്യിലുള്ള 3 മുനയുള്ള കുന്തമാണ്. അനുത്തമം ശാർഗായുധം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ശ്രേഷ്ഠമായ ഈ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വില്ലിനെയാണ് ശാർഗായുധം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്രകാരം യുദ്ധം ആയുധാനി, ഇപ്രകാരമുള്ള ആയുധങ്ങളെ ദൈത്യാനാം അസുരന്മാരുടെ ദേഹനാശായ, അവരുടെ നിഗ്രഹത്തിന്, അത് അവരുടെ ദേഹം നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ വധിക്കുക. ഭക്താനാം അഭയായ ച, ഈ ദേവിമാർ ഈ ആയുധങ്ങളെല്ലാം അണിഞ്ഞു വന്നിരിക്കുന്നത്, ആയുധസജ്ജരായിട്ട് വന്നിരിക്കുന്നത് ദൈത്യന്മാരെ വധിക്കുന്നതിനും അതുപോലെ ഭക്തന്മാരുടെ അനുഗ്രഹത്തിനും അവർക്ക് അഭയം കൊടുക്കുന്നതിനുമാണ്. ദേവാനാം ച, ദേവന്മാരുടെ ഹിതായ വൈ, ഹിതത്തിനായിട്ടും ധാരയന്തി ധരിച്ചിരിക്കുന്നു. അപ്പോൾ ദേവന്മാർക്ക് ഹിതത്തെ ചെയ്യുന്നതിനും ദൈത്യന്മാരെ വധിക്കുന്നതിനും
ഭക്തന്മാർക്ക് അഭയം കൊടുക്കുന്നതിനുമാണ് ഈ ദേവിമാർ ഈ ആയുധങ്ങളെല്ലാം ധരിച്ച് വന്നിരിക്കുന്നത്. പരിച, തോമരം, കോടാലി, കയറ്, കുന്തം, ത്രിശൂലം, കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ല്, ഇങ്ങനെ പലതരം ആയുധങ്ങൾ ഓരോ ദേവിമാരുടെയും കൈകളിലുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സപ്തമാതാക്കളാണ്. ഇവരെപ്പോഴും അതായത് നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാതൃവാത്സല്യത്തോടുകൂടി, നമുക്കറിയാം എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കുന്നവരാണ് മാതാക്കൾ. അപ്പോൾ ആ മാതൃവാത്സല്യത്തോടുകൂടി നമ്മളെ സംരക്ഷിക്കുന്നവരാണ് ഈ സപ്തമാതൃക്കൾ. ഇനി അടുത്തത് മഹാബലേ മഹോത്സാഹേ മഹാഭയവിനാശിനി ത്രാഹിമാം ദേവി ദുഷ്പ്രേക്ഷ്യേ ശത്രുണാം ഭയവർദ്ധിനി. ഇവിടെ നിന്ന് മുതൽ ഈ ശ്ലോകം മുതൽ നമുക്ക് പ്രാർത്ഥനയാണ്, ഭക്തൻ്റെ പ്രാർത്ഥനയാണിത്. മഹാബലേ മഹോത്സാഹേ വിനാശിനി. ഇവിടെ ത്രാഹിമാം, എന്നെ രക്ഷിച്ചാലും ദേവി ദുഷ്പ്രേക്ഷ്യേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദുഷ്പ്രേക്ഷ്യേ എന്ന് പറഞ്ഞാൽ ദർശിക്കാൻ പാടില്ലാത്തവളെ. നമുക്ക് ദർശിക്കാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോയാൽ അവിടെ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ഒരു രൂപത്തെ കാണുന്നു. ഏത് രൂപത്തിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു ആ രൂപത്തിൽ കണ്ട് നമ്മൾ സാക്ഷാത്കാരം അടയുക ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ദേവിയെ ദർശിക്കാം. മനക്കണ്ണുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ദേവിയെ കാണാം. ആ പ്രസൻസ് ഉണ്ടെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി നമ്മൾ, അല്ലേ? ഇവിടെ അതാണ് ദർശിക്കാൻ പാടില്ലാത്തവളെ. അതുപോലെ ശത്രുണാം എന്ന് പറഞ്ഞാൽ ഇവിടെ ശത്രുക്കളെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന കാമക്രോധ ലോഭമോഹങ്ങളാണ്. അതായത് ഈ അത്യാഗ്രഹം, അതുപോലെ വേണ്ടാത്ത ചിന്തകൾ, ഇതൊക്കെയാണ് ഈ ശത്രുക്കൾക്ക്. ഭയവർദ്ധിനി, അങ്ങനെയുള്ള ശത്രുക്കൾക്ക് ഭയത്തെ വർദ്ധിപ്പിക്കുന്നവൾ ഭയവർദ്ധിനി. ഇനി മഹോത്സാഹി എന്ന് പറഞ്ഞാൽ ജഗത്ത്, അതായത് ലോക സംരക്ഷണത്തിന് വേണ്ടി ഉത്സാഹത്തോടിരിക്കുന്നവളാണ്. മഹാബലേ എന്ന് വിളിച്ചിരിക്കുന്നത് അതിബലത്തോടു കൂടിയവൾ, അതിപരാക്രമത്തോടു കൂടിയവൾ. മഹാഭയവിനാശിനി, ഭയത്തെ ഇല്ലാതാക്കുന്നവൾ, ക്ഷണനേരം കൊണ്ട് ഭയം ഇല്ലാതാക്കുന്നവൾ. അപ്പം ഭയവിനാശിനി, മഹാഭയവിനാശിനി, ഭയവർദ്ധിനി, ഭയത്തെ വർദ്ധിപ്പിക്കുന്നവൾ. ആരുടെ ഭയത്തെയാണ്? കാമക്രോധാദി ശത്രുക്കളുടെ ഭയത്തെ വർദ്ധിപ്പിക്കുന്നവൾക്ക്. ദേവി മാം, എന്നെ രക്ഷിച്ചാലും. ത്രാഹി മാം ദേവി, ദേവി മഹാമായേ അവിടുന്ന് എന്നെ രക്ഷിച്ചാലും. അപ്പോൾ ഇവിടെ ഇത് ഭക്തൻ്റെ, നമ്മുടെ എല്ലാം നമ്മളെപ്പോലെയുള്ള ഈ ഭക്തൻ്റെ പ്രാർത്ഥനയാണിത്. ഇനി മായാശക്തി രൂപമാണ് ദേവി എന്ന് പറഞ്ഞിരിക്കുന്നത്. മഹാബലത്തോടു കൂടിയ മായാശക്തി രൂപമായതുകൊണ്ടാണ് ദർശിക്കാൻ പാടില്ലാത്തവൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. പ്രാച്യാം രക്ഷതു മാമൈന്ദ്രിയാഗ്നേയാം അഗ്നിദേവത ദക്ഷിണേ രക്ഷവാരാഹി നൈഋതിയാം ഖഡ്ഗധാരിണി. ഇനി പ്രാച്യാം എന്നുദ്ദേശിച്ചിരിക്കുന്നത് കിഴക്ക് ദിക്കിനെയാണ്. പ്രതീച്യാം പടിഞ്ഞാറ് ദിക്ക്. അപ്പോൾ പ്രാച്യാം രക്ഷ പ്രതീച്യാം ച, നമ്മൾ ഇനിയും പഠിക്കും ഈ വാക്കുകളൊക്കെ. മാം ഐന്ദ്രി, എന്നെ ഇന്ദ്രാണി കിഴക്ക് ദിക്കിൽ രക്ഷിക്കട്ടെ എന്നാണ്. അഗ്നിദേവത ആഗ്നേയാം, അഗ്നികോണിൽ. അഗ്നികോണ് എന്ന് പറഞ്ഞാൽ വടക്ക്, അതായത് തെക്ക് കിഴക്കാണ് അഗ്നികോൺ എന്ന് പറയുന്നത്. ആ അഗ്നികോണിൽ എന്നെ ഇന്ദ്രാണി അഗ്നിശക്തി രക്ഷിക്കട്ടെ. ഇന്ദ്രാണി എന്നെ കിഴക്ക് തെക്കിൽ രക്ഷിക്കട്ടെ, അഗ്നിശക്തി അഗ്നികോണിൽ രക്ഷിക്കട്ടെ. വരാഹി ദേവിയോട് പറയുകയാണ്, അല്ലയോ വരാഹശക്തി, അവിടുന്ന് എന്നെ ദക്ഷിണേ രക്ഷ, തെക്ക് ദിക്കിൽ രക്ഷിച്ചാലും. ഇനി ഖഡ്ഗധാരിണിയായ ദേവി നിഋതി ശക്തി, അതായത് നിഋതി കോണിൽ, ഇത് അസുരശക്തിയാണ് ഈ നിഋതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിഋതി കോണിൽ എന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ ഖഡ്ഗധാരിണി എന്നെ നിഋതി ശക്തി നിഋതി കോണിൽ രക്ഷിക്കട്ടെ. ദക്ഷിണേ തെക്ക് ദിക്കിൽ എന്നെ വാരാഹി ശക്തി രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ദേവിയിൽ അടുത്തത് നോക്കാം. പ്രതീച്യാം വാരുണീ രക്ഷേത് വായവ്യാം മൃഗവാഹിനി രക്ഷേത് ഉദീച്യാം കൗമാരി ഈശാന്യാം ശൂലധാരിണി. പ്രതീച്യാം പടിഞ്ഞാറ് ദിക്കിൽ എന്നെ വരുണശക്തി, വാരുണി വരുണശക്തിയാണ്, വരുണൻ്റെ ശക്തി. അപ്പോൾ രക്ഷേത് വായവ്യാം മൃഗവാഹിനി, മൃഗം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന മൃഗവാഹിനി ഇവിടെ വായുശക്തി, വായുകോണിൽ എന്നെ രക്ഷിക്കട്ടെ എന്നാണ്. രക്ഷേത് രക്ഷിക്കട്ടെ. അപ്പോൾ മൃഗവാഹിനി, മൃഗം വാഹനമായുള്ളവൾ. ഇവിടെ മൃഗം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നാൽക്കാലികളെയാണ്, അല്ലാതെ പശുവിനെ അല്ല കേട്ടോ. മൃഗവാഹിനി പിന്നെ മൃഗ എന്ന് ഹിന്ദിയിലും സംസ്കൃതത്തിലും മാനിനെ പറയുന്നത് മൃഗമെന്നാണ്. അതുപോലെ രക്ഷേത് രക്ഷിക്കട്ടെ. കൗമാരി ഉദീച്യാം, ഉദീച്യാം എന്ന് പറഞ്ഞിരിക്കുന്നത് വടക്ക് ദിക്കിനെയാണ്. കുബേരശക്തിയാണ് എന്നെ
വടക്ക് ദിക്കിൽ രക്ഷിക്കേണ്ടത്. അവിടെ കുമാരി എന്ന് പറഞ്ഞിരിക്കുന്നത് കൗമാരി സുബ്രഹ്മണ്യ ശക്തിയാണ് നമ്മൾ കുമാരി എന്ന് കൗമാരി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കൗമാരി എന്നെ വടക്ക് ദിക്കാണ് കുബേരൻ്റെ ദിക്ക് വടക്ക് ദിക്കാണ്. അപ്പോൾ ആ കുമാരശക്തി എന്നെ വടക്ക് ദിക്കിൽ രക്ഷിക്കട്ടെ. ശൂലധാരണിയും ഈശാന്യം, അപ്പോൾ ശൂലം ധരിച്ചിരിക്കുന്ന ദേവി മഹേശ്വര ശക്തിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈശാനകോണിൽ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ ഈശാനകോണും നിർദികോണും അസുരശക്തികളായ ദേവികളാണ്. അവർക്ക് അസുരാംശം ഉണ്ടെന്നാണ് സൂചന കേട്ടോ. അത് നമ്മൾ ഇനിയും വായിക്കുമ്പോൾ അത് മനസ്സിലാവും. അത് അപ്പോൾ ഇവിടെ ദിക്പാലന്മാരെ പറയുന്ന പ്രകൃതമാണ് ഈ ശ്ലോകങ്ങളിൽ. അതായത് കൗമാരിക്ക് കുബേരശക്തി എന്നാണ് അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ദിക്പാലന്മാരായതുകൊണ്ട് വടക്ക് ദിക്കാണ് കുബേരൻ്റെ ദിക്ക്. അതുപോലെ ഇനി കുമാരി എന്നുള്ളതിന് വേറൊരർത്ഥം പറഞ്ഞിരിക്കുന്നത് മാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നർത്ഥമുണ്ട്. അതായത് കുത്സിതമായിരിക്കുന്ന അഹങ്കാരത്തോടു കൂടിയവൻ, മതത്തോടു കൂടിയവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അതുകൊണ്ട് കുബേരൻ എന്നും വിൽപ്പത്തിയുണ്ട്. അപ്പോൾ കൗബേരിയുടെ രക്ഷണസ്ഥാനം പിന്നെ പറയുന്നുമുണ്ട്. ഒരു ദേവത തന്നെ രണ്ട് സ്ഥാനത്തെ രക്ഷിക്കണമെന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി വാരാഹിയും കൗമാരിയും സപ്തമാതൃകളിലുള്ളവരാണ് അല്ലേ. ശൂലധാരണിയായിട്ട് ഈശാനശക്തിയെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇവിടെ മാഹേശ്വരിയെയും ശൂലധാരണിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഓരോ ദിക്കുകളിലും ഓരോ ദേവി രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഊർധ്വം ബ്രഹ്മാണിമേ രക്ഷേതസ്ഥാദ് വൈഷ്ണവീ തഥാ ഏവം ദശദിശോ രക്ഷേച്ചാമുണ്ട ശവവാഹന. ഇനി പറഞ്ഞിരിക്കുകയാണ് ഊർധ്വം എന്ന് പറഞ്ഞാൽ മുകളിലാണ്. എന്നെ മുകളിൽ, അതായത് മുകളിൽ ആകാശം വരെ സ്ഥലമുണ്ടല്ലേ, മുകളിൽ എന്നെ ബ്രഹ്മാണി രക്ഷിക്കട്ടെ. ബ്രഹ്മാവ് എപ്പോഴും ഹംസവാഹനത്തിൽ രഥത്തിൽ ഇങ്ങനെ സഞ്ചരിക്കും, അതിൻ്റെ കൂടെ ബ്രഹ്മാണി ഉണ്ടാവും. അപ്പോൾ ബ്രഹ്മാണി ദേവി എപ്പോഴും മുകളിലുള്ളതുകൊണ്ട് മുകളിൽ എന്നെ ബ്രഹ്മാണി ദേവി രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. തഥാ വൈഷ്ണവി, അതുപോലെ വൈഷ്ണവി ശക്തി അധസ്ഥാത്, അധോഭാഗത്തിൽ താഴെ പാതാളമാണ് ഉദ്ദേശിക്കുന്നത്. ഏവം ദശദിശോ, ഇങ്ങനെ 10 ദിക്കിലും, ഏവം ദശദിശോ ഇപ്രകാരം 10 ദിക്കുകളിലും ശവവാഹന, പ്രേതാസനത്തിലിരിക്കുന്ന, അതായത് ഈ ശവത്തിലിരിക്കുന്ന ചാമുണ്ടാദേവി രക്ഷിക്കട്ടെ. ഇവിടെ കാളീദേവിയോടാണ് പറഞ്ഞിരിക്കുന്നത്, എന്നെ എല്ലായ്പ്പോഴും എല്ലായിടത്തും കാളീദേവി അവിടുന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മാണി എൻ്റെ ഊർധ്വഭാഗത്തെ രക്ഷിച്ചാലും അതുപോലെ എൻ്റെ അധോഭാഗത്തെ, അതായത് താഴ്ഭാഗത്തെ വൈഷ്ണവി ശക്തി രക്ഷിക്കട്ടെ. ഇങ്ങനെ 10 ദിക്കുകളിലും ശവവാഹനമായ ചാമുണ്ടാദേവി, അതായത് കാളീദേവി രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഈ ദിക്പാല ദേവതകളെ പോലെ 10 ദിക്കുകളിലും ഇരിക്കുന്ന കാളീദേവിയാണ് ഇവിടെ മുഖ്യമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവസാനം പറഞ്ഞിരിക്കുന്നത് കാളീദേവിയാണ്. സർവ്വവ്യാപിയാണ് കാളീദേവി. അങ്ങനെ എല്ലാ ഒരു ദിക്കിൻ്റെ മാത്രമല്ല പറഞ്ഞത്, 10 ദിക്കുകളെയും രക്ഷിക്കട്ടെ. 10 ദിക്കിലിരിക്കുന്ന ദേവികളെ ആദ്യം പറഞ്ഞിട്ട് പിന്നീട് കാളീദേവിയോട് പറഞ്ഞു എല്ലാ ദിക്കുകളിലും എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് ജയാമേ ജാഗ്രതസ്ഥാതു വിജയാസ്താതു പൃഷ്ഠത അജിതാ വാമപാർശ്വേതു ദക്ഷിണേ ചാപരാജിത. ഇവിടെ ജയമേ ജാഗ്രത പാതു എന്ന് ചില ബുക്കുകളിൽ കാണുന്നുണ്ട്. ചില ബുക്കുകൾ വിജയാപാതു പൃഷ്ഠത, പാതു അവിടെ രക്ഷിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ പാതു എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. ഇവിടെ സ്ഥാതു എന്ന ഈ ബുക്കിലുള്ളത് സ്ഥിതി ചെയ്യട്ടെ എൻ്റെ അഗ്രഭാഗത്ത്, എൻ്റെ മുമ്പിൽ ജയ എന്ന് പറഞ്ഞാൽ ജയാശക്തി, എന്നെ എപ്പോഴും വിജയത്തിലേക്ക് നയിക്കുന്ന വിജയാശക്തി രക്ഷിക്കട്ടെ. അതുപോലെ പൃഷ്ഠത, എൻ്റെ പുറകുഭാഗത്ത്, എൻ്റെ ബാക്കിൽ പിൻഭാഗത്ത് വിജയാദേവി, വിജയാസ്ഥാതു പൃഷ്ഠത എന്ന് പറഞ്ഞ് ജയാശക്തിയും വിജയശക്തിയും രണ്ടുപേരും എൻ്റെ മുൻഭാഗത്തും പുറകുഭാഗത്തുമായിട്ട് സ്ഥിതി ചെയ്യട്ടെ, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കട്ടെ. ഇനി അജിതാദേവി, അജിത എന്നെ ജയിച്ചു നിൽക്കുന്നത് തന്നെയാണ്, അതും പരാജിതരാകാതെ. വാമപാർശ്വേതു എൻ്റെ ഇടത്ത് ഭാഗത്ത് അജിതാദേവി നിൽക്കട്ടെ. അതുപോലെ തന്നെ അപരാജിതാദേവി ദക്ഷിണേ, ഇവിടെ ദക്ഷിണേ എന്ന് പറഞ്ഞാൽ വലതുഭാഗത്ത് എന്നാണ്. ദക്ഷിണ ദിക്ക് എന്ന് പറഞ്ഞാൽ തെക്ക് ദിക്ക് എന്നും അർത്ഥമുണ്ട്. ഇനി അതുപോലെ തന്നെ സ്ഥാതു എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു, സ്ഥിതി ചെയ്യട്ടെ എന്ന്. ഇനി അടുത്ത ശ്ലോകം. ശിഖാമുദ്യോതിനി രക്ഷേതുമാ മൂർധിനി വ്യവസ്ഥിത മാലാധരി ലലാടേജ ഭ്രുവോ രക്ഷേത് യശസ്വിനി ദേവി. ഇനി ഉദ്യോതിനി എന്ന് പറഞ്ഞാൽ ആ ഒരു ദേവിയുടെ പേരാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉദ്യോതിനി എന്ന് പേരായ ദേവി എൻ്റെ ശിഖയെ രക്ഷിക്കട്ടെ. ശിഖ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുടി ഇങ്ങനെ കെട്ടിവെച്ച അഗ്രഭാഗത്തിനാണ് നമ്മൾ ശിഖ. കുടുംബയൊക്കെ നമ്മൾ ശിഖ എന്നാണ് വിളിക്കുന്നത്. ശിഖ. ഉമാദേവി,
മൂർധിനി വ്യവസ്ഥിത എൻ്റെ ശിരസിൽ സ്ഥിതി ചെയ്യുന്നവളായിട്ട് എൻ്റെ മൂർധാവിനെ രക്ഷിക്കട്ടെ, ശിരസിനെ രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉമാദേവി. മാലാധരി ദേവി, മാലയെ ധരിച്ച ദേവി. ലലാടം നെറ്റിത്തടമാണ്. അതുപോലെ മാലാധരി ലലാടത്തെങ്കിലും. അതുപോലെ യശസ്വിനി ദേവി മാലാധരി ലലാടേജ ഭ്രുവോ രക്ഷേദ് യശസ്വിനി. ഭ്രുവോ എന്ന് പറഞ്ഞിരിക്കുന്നത് 2 പുരികങ്ങളെയും ആണ്. അത് യശസ്വിനി ദേവി എൻ്റെ 2 പുരികങ്ങളെയും രക്ഷിക്കട്ടെ. മൂർധാവിൽ സ്ഥിതി ചെയ്ത് ഉമാദേവി എന്നെ രക്ഷിക്കട്ടെ, മൂർധാവിനെ. അതുപോലെ ഉദ്യോതിനി ദേവി ശിഖയെ രക്ഷിക്കട്ടെ, ശിഖയിൽ സ്ഥിതി ചെയ്ത് ശിഖയെ രക്ഷിക്കട്ടെ. ഓരോ സ്ഥാനത്തും ഓരോ ദേവിമാരോട് സ്ഥിതി ചെയ്ത് അവിടം രക്ഷിക്കാൻ പറയുകയാണ്. ഇത് കവചമാണ്, പടച്ചട്ടയാണിത്. നമുക്ക് ഒരിടത്തുനിന്നും നമുക്ക് ഒരു ദോഷവും ഉണ്ടാകാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർവാംഗം ഓരോ ദേവിമാരുടെ തൃപ്പാദങ്ങളിലേക്ക് അങ്ങ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് രക്ഷിക്കാൻ വേണ്ടി. ഇനി അടുത്ത ശ്ലോകം. ത്രിനേത്രാജ ഭ്രുവോർമധ്യേ യമഖണ്ഡാച നാസികേ ശംഖിനി ചക്ഷുഷോർമധ്യേ ശ്രോത്രയോർ ദ്വാരവാസിനി കപോലൗ കാളികാരക്ഷേത് കർണമൂലേതു ശങ്കരി നാസികായാം സുഗന്ധാച ഉത്തരോഷ്ഠേ ച ചർച്ചിക. ത്രിനേത്ര, 3 കണ്ണുകളുള്ള ദേവിയാണ്. അത് എവിടെ നിൽക്കണം ഇനി? ത്രിനേത്ര ദേവി പുരികങ്ങളുടെ നടുവിൽ നിൽക്കണം. ഭ്രുവോർ മധ്യേ, ഭ്രുവോ എന്ന് പറഞ്ഞാൽ പുരികങ്ങളാണ്, ഭ്രുവോർ മധ്യേ എന്ന് പറഞ്ഞാൽ പുരികക്കൊടികളുടെ നടുവിൽ ത്രിനേത്ര ദേവിയും. നാസികേ യമഖണ്ഡ ച, നാസികാപുടത്തിൽ, അതായത് മൂക്കിനറ്റമാണ് നാസികാപുടം എന്ന് പറയുന്നത്. യമഖണ്ഡാദേവി, ഖണ്ഡമണിയാണെന്ന് നമ്മൾ. അത് യമഖണ്ഡ എന്ന് ഉദ്ദേശിച്ചാൽ മരണം അടുക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കുന്നതാണ് യമഖണ്ഡ. അതായത് സർവ്വദിക്കുകളുടെയും രക്ഷ നമ്മൾ കാളിദേവിയെ ഏൽപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ യമഖണ്ഡ എന്ന ദേവിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നാസികേ ശംഖിനി ചക്ഷുഷോർ മധ്യേ ശ്രോത്രയോർ ദ്വാരവാസിനി. ഇനി ദ്വാരവാസിനി ദേവി. ദ്വാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കുഴി അല്ലെങ്കിൽ ഒരു ഹോളിനെയാണ് നമ്മൾ ദ്വാരം എന്ന് പറയുന്നത്. ഇവിടെ ദ്വാരവാസിനി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് 9 ദ്വാരങ്ങളുണ്ടല്ലേ. ഇവിടെ ചെവികളിലെ ദ്വാരങ്ങളെയാണ് മെയിനായിട്ട്. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ പുരികം പറഞ്ഞു, നാസിക പറഞ്ഞു, അടുത്തത് നമ്മുടെ ചെവികളും മൂക്കിനും ഉണ്ടല്ലേ ദ്വാരങ്ങൾ. അപ്പോൾ ഇവിടെ ശ്രോത്രയോ ദ്വാരവാസിനി, ശ്രോത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ചെവികളെ ഉദ്ദേശിച്ചാണ്. അതുകൊണ്ട് ദ്വാരവാസിനി എന്ന് പറഞ്ഞിരിക്കുന്ന ദേവി ചെവികളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചെവികളെ രക്ഷിക്കട്ടെ. കപോലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കവിൾത്തടങ്ങളാണ്. കപോലം കവിൾത്തടം, കപോലവും കവിൾത്തടങ്ങളെ കാളികാദേവി രക്ഷിക്കട്ടെ. ഈ കാളികാദേവിയെ നമ്മളിനി അടുത്തറിയും കുറച്ച് ചെല്ലുമ്പോൾ. അതായത് കർണമൂലേത്തു ശങ്കരി, കർണമൂലെ, കർണത്തിൻ്റെ ഉത്ഭവസ്ഥാനമാണ് മൂലം എന്ന് പറയുന്നത്. കർണമൂലത്തിൽ ശങ്കരീദേവി ഉണ്ട്. അതുപോലെ നാസികായാം സുഗന്ധാച, ആദ്യം ഒരു നാസിക പറഞ്ഞു ഇല്ലേ. ആദ്യം പറഞ്ഞ നാസിക യമഖണ്ഡാച നാസിക എന്നാണ് പറഞ്ഞത്. അത് നാസികാപുടം. ഇവിടെ ഈ സുഗന്ധം അറിയാനുള്ള നാസികാരന്ധ്രമാണ്. ആ കുഴലിനെയാണ് ഉദ്ദേശിക്കുന്നത്. നാസികാദണ്ഡത്തിനെയാണ് ഇപ്പോൾ നാസികായാം സുഗന്ധാദേവി ആ നാസാരന്ധ്രത്തെ രക്ഷിക്കട്ടെ. ഉത്തരോഷ്ടേ ച ചർച്ചിക, ഉത്തരോഷ്ടം അധരോഷ്ടം, അധോ ഓഷ്ടമാണ്, മുകൾ ചുണ്ടും താഴ്ചുണ്ടുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ആ ഓഷ്ടം ചുണ്ടാണ്. ഉത്തരോഷ്ടത്തെ ചർച്ചികാദേവിയും രക്ഷിക്കട്ടെ, രക്ഷിക്കട്ടെ. അപ്പോൾ നമുക്ക് ഉത്തരോഷ്ടത്തിൽ ചർച്ചികയും രക്ഷിക്കട്ടെ. അധരേ ചാമൃതകല. അടുത്ത ശ്ലോകമാണ്. ജിഹ്വായാം തു സരസ്വതി, നാവിന്മേൽ എപ്പോഴും സരസ്വതി ദേവിയല്ലേ വിളങ്ങേണ്ടത്. അപ്പോൾ എൻ്റെ ജിഹ്വ, എൻ്റെ നാക്കിന് സരസ്വതി ദേവിയും. അധരേ ച അമൃതകല, അവിടെ അമൃതകല എന്ന് പറയുന്ന ദേവിയാണ് അധരേ. അധരവും ചുണ്ടാണ്, അതായത് അധരോഷ്ടത്തിൽ. ഉത്തരോഷ്ടം അധോഷ്ടം, മേൽചുണ്ടും കീഴ്ചുണ്ടുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ജിഹ്വായാം തു സരസ്വതി, നാവിൽ സരസ്വതി. അതുപോലെ ദന്താൻ കൗമാരി, കൗമാരി ദേവി ദന്തം പല്ലുകളാണ്. കണ്ഠമധ്യേതു ചണ്ഡിക കഴുത്തിൻ്റെ മധ്യഭാഗത്ത് ചണ്ഡികാദേവി. നമ്മൾ ഈ ചണ്ഡീ സ്തോത്രമാണ്, ചണ്ഡീ സ്തുതിയാണ്, ചണ്ഡീ സപ്തശതിയാണിത്. അപ്പോൾ ചണ്ഡികാദേവി എൻ്റെ കഴുത്തിൻ്റെ മധ്യഭാഗത്ത്, പ്രധാനപ്പെട്ട ഭാഗമാണ് കഴുത്ത്. അപ്പോൾ കഴുത്തിൻ്റെ മധ്യഭാഗത്തിൽ ചണ്ഡികയും രക്ഷിക്കട്ടെ. കണ്ഠമധ്യേതു ചണ്ഡിക. ഇനി അടുത്തത് നോക്കുക. ഗ്രീവായാം ഭദ്രകാളി ച പൃഷ്ഠവംശേ ധനുർധരി നീലഗ്രീവാ ബഹിക്കണ്ഠേ നളികാം നളകൂവരി. അപ്പം
ഗ്രീവ കഴുത്ത് തന്നെയാണ്. ഭദ്രകാളി ഭദ്രത്തെ ചെയ്യുന്നത്, മംഗളത്തെ ചെയ്യുന്നവളാണ് ഭദ്രകാളി. പൃഷ്ഠവംശേ ധനുർധരി, പൃഷ്ഠവംശേ എന്നുദ്ദേശിച്ചിരിക്കുന്നത് കഴുത്തിൻ്റെ പിൻഭാഗത്ത്. ധനുർധരി എന്ന് പറഞ്ഞാൽ ധനുസ് വില്ലാണ്, വില്ല് ധരിച്ച ദേവി. അല്ലെങ്കിൽ ദേവി വില്ല് ധരിച്ചുകൊണ്ട് എൻ്റെ പുറകുവശം, കഴുത്തിൻ്റെ പുറകുവശം സംരക്ഷിക്കട്ടെ. എൻ്റെ കഴുത്ത് ഭദ്രകാളി ദേവിയും സംരക്ഷിക്കട്ടെ. ബഹിക്കണ്ഠേ നീലഗ്രീവ, നീലഗ്രീവ എന്ന ദേവി കണ്ഠ ബഹിർഭാഗത്ത് എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ പുറഭാഗത്ത്, അകഭാഗവും പുറഭാഗവും, അതായത് ഉദരമാണെങ്കിലും അകഭാഗം പുറഭാഗം അങ്ങനെയുണ്ട്. അങ്ങനെ ഓരോ ഭാഗങ്ങളെ ഇവിടെ ദേവിമാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബഹിക്കണ്ഠേ. ബഹി എന്ന് പറഞ്ഞാൽ പുറഭാഗമാണ്, കഴുത്തിൻ്റെ പുറഭാഗം. നീലഗ്രീവ എന്ന ദേവിയും നളികാം നളകൂപരി, കണ്ഠനാളത്തെ, കണ്ടോ, കണ്ഠനാളത്തെ നളകൂപരി ദേവിയും. ഉഭൗ സ്കന്ധവും, എൻ്റെ 2 തോളുകളെയും. ഖഡ്ഗധാരിണി ദേവിയും, ഖഡ്ഗം ധരിച്ച ദേവി. ബാഹു വജ്രധാരിണി, ബാഹുക്കളെ വജ്രധാരിണി, വജ്രായുധം ധരിച്ച ദേവി. അത് ഐന്ദ്രിയാണ് അല്ലേ, ഇന്ദ്രാണി ദേവിയാണ്. ഹസ്തയോഹോ ദണ്ഡിനി, എൻ്റെ ഹസ്തങ്ങളെ ദണ്ഡിനി ദേവിയും, ദണ്ഡ് ധരിച്ച ദേവി. അങ്കുലീഷു അംബികാച്ച, അങ്കുലി വിരലുകളാണ്. അങ്കുലീഷു വിരലുകളിൽ അംബികാദേവിയും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ ഭാഗങ്ങളെയെല്ലാം കാത്തു രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ തോൾ മുതൽ ബാഹു കൈകളെന്ന് പറഞ്ഞു, ഹസ്തം കൈകൾ. ഓർത്ത് വയ്ക്കുക, നമ്മളെപ്പോഴും ബാഹുക്കൾ കൊണ്ട് ഹസ്തങ്ങൾ കൊണ്ട് എന്ന് നമ്മൾ പറയുമ്പം വ്യത്യാസം മനസ്സിലാക്കണം. അതായത് തോൾ മുതൽ മുട്ട് വരെയുള്ള ഭാഗമാണ് ബാഹു, മുട്ട് മുതൽ വിരൽ വരെയുള്ള ഭാഗം ഹസ്തം എന്നറിയപ്പെടും. അപ്പോൾ ആദ്യം ബാഹു എന്ന് പറഞ്ഞാൽ തോൾ മുതൽ മുട്ട് വരെയുള്ള ഭാഗം ബാഹുക്കൾ, കഴിഞ്ഞാൽ ഹസ്തം, കൈ മുട്ട് മുതൽ വിരൽ വരെയുള്ള ഭാഗം. ഇനി അടുത്ത സ്തോത്രം നോക്കാം. അതായത് അഘാം ശൂലേശ്വരി രക്ഷേത്, കുക്ഷൗ രക്ഷേൻ നളേശ്വരി, സ്തനൗ രക്ഷേൻ മഹാലക്ഷ്മി, മനഃശോകവിനാശിനി എന്നാണ് പറയുന്നത്. സ്തനൗ രക്ഷേൻ മഹാദേവി മനഃശോകവിനാശിനി. അപ്പോൾ നഖാൻ, എൻ്റെ നഖങ്ങളെ ശൂലേശ്വരി, ശൂലമേന്തിയ ദേവി രക്ഷിക്കട്ടെ. കുക്ഷൗ, ഇവിടെ ആദ്യം പറഞ്ഞത് കുക്ഷൗ എന്ന് വയറിനെയാണ്, ഉദരത്തെയാണ് പറയുക. നളേശ്വരി രക്ഷിക്കട്ടെ. ഇനി സ്തനവും മഹാദേവി, എൻ്റെ സ്തനങ്ങളെ മഹാദേവിയും രക്ഷിക്കട്ടെ. മനഃശോകവിനാശിനി, ഇവിടെ മനസ്സിനെ ശോകവിനാശിനി. ഇവിടെ ഈ മനഃശോകവിനാശിനി ഇനിയും വരുന്ന വാക്കാണ്. മനസ്സിനെ ശോകവിനാശിനി രക്ഷിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ മനക്ലേശങ്ങളെ ഇല്ലാതെയാക്കുന്ന ദേവി രക്ഷിക്കട്ടെ എന്ന് വേണമെങ്കിലും പറയാം. അതായത് കുക്ഷൗ എന്ന വാക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കബന്ധനൊക്കെ കുക്ഷിയിലാക്കി എന്ന് പറഞ്ഞാൽ ഉദരത്തിലാക്കി എന്നാണ് കുക്ഷൗ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ കേട്ടോ. കുക്ഷൗ നളേശ്വരി, സ്തനങ്ങളെ മഹാദേവി, മനഃശോകവിനാശിനി. അതുപോലെ മഹാദേവി മനസ്സിനെ ശോകവിനാശിനി ദേവിയും, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ശോകവിനാശിനി ദേവിയും രക്ഷിക്കട്ടെ. അതായത് എൻ്റെ ശോകമില്ലാതെയാക്കട്ടെ എന്നാണ് അവിടെ. ഹൃദയം ലളിതാദേവി, എൻ്റെ ഹൃദയത്തെ ലളിതാദേവി രക്ഷിക്കട്ടെ. ഉദരേ, വീണ്ടും ഉദരം വന്നിരിക്കുകയാണ്. ദേവി ഹ്യുദരേ ശൂലധാരിണി, ശൂലധാരിണി ദേവി എൻ്റെ ഉദരത്തെ. അതായത് ഇവിടെ ഉദരം എന്നുദ്ദേശിച്ചിരിക്കുന്നത് പുറംഭാഗവും കുക്ഷവും അകംഭാഗവും, ഉദരത്തിൻ്റെ അകഭാഗവുമാണ് കേട്ടോ. ഇനി ഉദരം ഹൃദയം ലളിതാദേവി ഹ്യുദരേ ശൂലധാരിണി. നാഭിംജകാമിനി രക്ഷേത് ഗുഹ്യം ഗുഹേശ്വരി തഥാ. ഗുഹ്യം നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ യത് ഗുഹ്യം പരമം ലോകേ എന്ന് പറഞ്ഞു, അവിടെ രഹസ്യം എന്നായിരുന്നു. ഇവിടെ രഹസ്യഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഗുഹ്യപ്രദേശം എന്ന് പറയും, പ്രൈവറ്റ് പാർട്ടിനെയാണ് ഇവിടെ ഗുഹ്യം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. നാഭി എന്ന് പറഞ്ഞാൽ പൊക്കിളാണ്. ആ പൊക്കിൾ കൂടിയുള്ള ആ ഭാഗത്തെ കാമിനി ദേവി രക്ഷിക്കട്ടെ. അതുപോലെ ഗുഹ്യപ്രദേശത്തെ, എൻ്റെ രഹസ്യഭാഗങ്ങളെ ഗുഹ്യേശ്വരി ദേവി, ആ ഭാഗവും സംരക്ഷിക്കാൻ കാക്കാനായിട്ടൊരു ദേവിയുണ്ട്. തഥാ അപ്രകാരം. അതുപോലെ അടുത്തത് ഭൂതനാഥ ച മേഡ്രം ച ഗുദം മഹിഷവാഹിനി കടിയാം ഭഗവതി രക്ഷേത് ജാനുനി വിന്ധ്യവാസിനി. ഇനി ഭൂതനാഥ എന്നുദ്ദേശിച്ചിരിക്കുന്നത് ഭൂതനാഥ ദേവിയാണ്, ഭൂതങ്ങളുടെ നാഥയായ ദേവി. ഗുദം മേഡ്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ജനനേന്ദ്രിയത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മേഡ്രം ഇവിടെ പുരുഷന്മാരെ ആണെങ്കിലും സ്ത്രീയെ ആണെങ്കിലും ആ പ്രൈവറ്റ് പാർട്ടിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ മേഡ്രം ഇവിടെ പുരുഷൻ്റെ ജനനേന്ദ്രിയത്തെയാണ്. ഭൂതനാഥ ച ഭൂതനാഥയും ഗുദം മഹിഷവാഹിനി ച ഗുദത്തെ, ഗുദം എന്ന് പറഞ്ഞാൽ ഏനസാണ്, മഹിഷവാഹിനിയും കട്ടിയാം ഭഗവതി
കടിപ്രദേശം. കടിപ്രദേശം എന്ന് പറഞ്ഞാൽ അരക്കെട്ടാണ്. കടിപ്രദേശത്തിൽ ഭഗവതിയും. ജാനു നീ വിന്ധ്യവാസിനി. ജാനു എന്ന് പറഞ്ഞാൽ മുട്ടുകളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വിന്ധ്യവാസിനി. ഇനി അടുത്തത് രക്ഷേത്, രക്ഷിക്കട്ടെ. ഇനി ലിംഗത്തെ ഭൂതനാഥയും ബുധത്തെ മഹിഷവാഹിനിയും കടിപ്രദേശത്തിൽ ഭഗവതിയും മുട്ടുകളെ വിന്ധ്യവാസിനിയും. ഇനി വിന്ധ്യാപർവ്വതത്തിൽ വസിക്കുന്ന പാർവതീദേവിയാണ് വിന്ധ്യവാസിനി എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി ജംഘേ മഹാബല പ്രോക്ത ജാനുമധ്യേ വിനായകി. ജംഘേ എന്ന് പറഞ്ഞാൽ ഇവിടെ നിതംബമാണ്, ബട്ടക്സിനെയാണ് ജംഘേ എന്ന് പറഞ്ഞത്. മഹാബലാദേവി. പ്രോക്ത. പ്രോക്ത എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടിട്ടുള്ള, മുൻപ് പറയപ്പെട്ടിട്ടുള്ള. ജംഘേ മഹാബല പ്രോക്ത ജാനുമധ്യേ വിനായകി. ജാനുമധ്യേ എന്ന് പറഞ്ഞാൽ മുട്ടുകളുടെ മധ്യത്തിൽ. വിനായകി ദേവി വിനായക ശക്തിയാണ്. അതുപോലെ ഗുൽഫയോർ നാരസിംഹി. ഗുൽഫ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ നെരിയാണി, കാലിൻ്റെ ഏടിയാണ്. നെരിയാണിയാണ് ഗുൽഫ. ഇനി ഗുൽഫയോർ നാരസിംഹീജ. നാരസിംഹി നൃസിംഹശക്തിയും രക്ഷിക്കട്ടെ. പാദപൃഷ്ഠ എന്ന് പറഞ്ഞാൽ പുറങ്കാലിന്, പാദപൃഷ്ഠം പുറങ്കാലിന് അമിതമായ ഓജസ്സോട് കൂടിയവളാണ്. അമിത ഓജസ്സി. ആ ദേവിയും രക്ഷിക്കട്ടെ. പാദാങ്കുലി. പാദങ്ങളുടെ അതായത് കാൽ വിരലുകളെ ശ്രീധരി ദേവിയും. പാദാധഹ തലവാസിനി. ഇവിടെ പാദ അധഹ എന്ന് പറഞ്ഞാൽ പാദപൃഷ്ഠം മുകൾ ഭാഗമാണ് കാലിൻ്റെ. പാദാധഹ എന്ന് പറഞ്ഞാൽ ഇവിടെ പാദം വയ്ക്കുന്ന താഴ്വശം, പാദത്തിൻ്റെ താഴ്വശം, അടിവശം. അത് തലവാസിനി എന്ന് പറഞ്ഞാൽ ഇവിടെ പാതാള തലവാസിനി, പാതാളവാസിനിയായ ദേവിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. തലവാസിനി പാദാധഹ തലവാസിനി, അതായത് പാതാളവാസിനിയായ ദേവിയും രക്ഷിക്കട്ടെ എന്നാണ്. നഖാൻ ദംഷ്ട്രാചകരാളി. നഖങ്ങളെയും ദംഷങ്ങളെയും. നമുക്ക് ദംഷങ്ങളുണ്ടോ മനുഷ്യർക്ക്? നമ്മുടെ പല്ലുകളെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ. അതായത് ഹിംസ്രജന്തുക്കൾക്ക് ദംഷങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ നമ്മൾ മിതഭോജികളാണ്, അതുകൊണ്ട് ദംഷങ്ങളില്ല പല്ലുകൾ. നമുക്ക് ഏതായാലും നഖങ്ങളെയും ദംഷങ്ങളെയും ആണ് വരിയിൽ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിലും നമുക്ക് നമ്മുടെ പല്ലുകളെ സ്മരിക്കാം. കരാളീദേവി രക്ഷിക്കട്ടെ. കേശാൻ നമ്മുടെ മുടികളെ. ഊർധ്വകേശിനി. അവിടെ നമ്മളുണ്ട്. ഊർധ്വം ബ്രഹ്മാണിമേ രക്ഷയെന്ന് ആദ്യം പറഞ്ഞു ഇല്ലേ? ഊർധ്വകേശിനി ദേവി തന്നെ നമ്മുടെ കേശങ്ങളെയും രക്ഷിക്കട്ടെ. രക്ഷയേത്. ഇനി പണ്ട് പറയപ്പെട്ടിട്ടുള്ളതാണ് ഇതെല്ലാം. അതായത് ജംഘേ മഹാബല പ്രോക്ത ജാനുമധ്യേ വിനായകി എന്നാണ് പണ്ട് പറയപ്പെട്ടിട്ടുള്ള ദേവിമാരാണ് ഇവരെല്ലാവരും. ഇനി ആഗമാദി ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളതാണ് മഹാബല എന്ന് പറയപ്പെടുന്നവൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. രോമകൂപാണി കൗബേരി ത്വജം വാഗീശ്വരി തഥാ രക്തമജ്ജാവസാമാംസാന്യസ്തി മേധാംസി പാർവതി. രോമകൂപാണി. രോമകൂപം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, ഏകവചനം. രോമകൂപാണി. രോമകൂപങ്ങളെ അസംഖ്യം രോമകൂപങ്ങളുണ്ട് നമുക്ക്. അവിടെ കൗബേരി ശക്തി, കുബേരശക്തി രക്ഷിക്കട്ടെ. ത്വജം വാഗീശ്വരി. നമ്മുടെ ത്വക്കാണ് ത്വജം. ത്വജം വാഗീശ്വരി. വാഗീശ്വരി ആരാണ്? സരസ്വതി ദേവിയല്ലേ വാഗീശ്വരി. രക്തമജ്ജാവസാമാംസാനി. മാംസാനി എന്ന് പറഞ്ഞിരിക്കുന്ന മാംസങ്ങളെ, അതായത് ഈ പറഞ്ഞിരിക്കുന്നവയെല്ലാമാണ്. രക്തം, മജ്ജ, വസ എന്ന് പറഞ്ഞാൽ പാറ്റ്, കൊഴുപ്പാണ്. മാംസാനി, മാംസം, ഫ്ലഷ്. അപ്പോൾ ഇവകളെ എല്ലാം കൂടി ചേർത്താണ് മാംസാനി. ഇവകളെയെല്ലാം മാംസങ്ങളെ. അസ്ഥി മേധാംസി. അതുപോലെ തന്നെ മേധസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥൂല ശരീരം. അസ്ഥി തന്നെ. അപ്പോൾ രക്തം, മജ്ജ, വസ, മാംസം, അസ്ഥി, മേധസ് ഇവയെല്ലാം പാർവതീദേവിയാണ് രക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. രക്തമജ്ജ വസ മാംസാന്യസ്ഥി മേധാംസി പാർവതി. ഇപ്പോൾ രക്തം, മജ്ജ, വസ, മാംസം, അസ്ഥി, മേധസ് ഇവയെല്ലാം പാർവതീദേവി രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ആന്ത്രാണി. ആന്ത്രം കുടലുകളാണ് കേട്ടോ. ആന്ത്രം ഇൻഡസ്റ്റൈൻ. അപ്പോൾ ആന്ത്രാണി കാളരാത്രിശ്ച പിത്തം ച മകുടേശ്വരി പത്മാവതി പത്മകോശേ കഫേ ചൂടാമണിസ്തഥ. ഇനി ചൂടാമണി ദേവിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ആന്ത്രാണി എന്ന് പറഞ്ഞാൽ കുടലുകൾ. ആന്ത്രം, ആന്ത്രാണി. മാംസം, മാംസാനി എന്ന് പറഞ്ഞു. ആന്ത്രം, ആന്ത്രാണി എന്ന് പറഞ്ഞു. രാമ, അതുപോലെ ഷ, ഈ അക്ഷരങ്ങളുള്ള വാക്കുകളുടെ ബഹുവചന രൂപം സംസ്കൃതത്തിൽ ഉണ്ടാക്കുമ്പോൾ ണി ചേർത്താണ് ഉണ്ടാക്കുക. അതില്ലാത്തതിന് മാംസാനി. മനസ്സിലായോ? നക്ഷത്രാണി എന്നേ പറയുള്ളൂ. അതിൽ ര ഉണ്ട്. ത പ്ലസ് ര. നക്ഷത്രാണി. അതുപോലെ കാളരാത്രീച്ച. ആന്ത്രാണി കാളരാത്രീച്ച. കാളരാത്രി ദേവി
അതായത് ഡെത്തിൻ്റെ, അതായത് മരണത്തിൻ്റെ ദേവിയാണ് കാളരാത്രി ദേവി. കുടലുകളെ രക്ഷിക്കട്ടെ. പിത്തം ഇവിടെ അസുഖത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. മുകുടേശ്വരി ദേവി പിത്തത്തെ രക്ഷിക്കട്ടെ. പത്മകോശ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. പത്മകോശേ പത്മാവതി, അതായത് ഹൃദയം പത്മകോശമായിട്ട് കണക്കാക്കി പത്മകോശത്തെ പത്മാവതി ദേവി രക്ഷിക്കട്ടെ. അതുപോലെ കഫത്തിൽ, കഫം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അതും പിത്തം പോലെ ഒരു ത്രിദോഷങ്ങളിൽ ഒന്നാണ്. വാദം, പിത്തം, കഫം, ഇത് ത്രിദോഷങ്ങളാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ കഫത്തിൽ ചൂടാമണി ദേവി, ഈ രക്താസുരവധത്തിൽ ഈ ചൂടാമണി ദേവിയെ പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ ചൂടാമണി ദേവിയും എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ കുടലുകളെ കാളരാത്രിയും, പിത്തത്തെ മുകുടേശ്വരിയും, വാദത്തിൽ പത്മാവതിയും, കഫത്തിൽ ചൂടാമണിയും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ത്രിദോഷങ്ങളെയും അകറ്റി നിർത്താൻ നമ്മളെല്ലാ ദേവിമാരോടും പ്രാർത്ഥിച്ചു. ഇനി അടുത്തത്, ഓരോ പ്രാണനെയും ഓരോ സ്ഥാനങ്ങളെയും നമ്മൾ ഓരോ ദേവിമാരെ ഏൽപ്പിക്കുകയാണ്. കവചമാണ് ഈ ദേവി, കവചമാണ് അല്ലേ, പടച്ചട്ട. ഇനി ജ്വാലാമുഖി നഖജ്വാലാം അഭേദ്യ സർവസന്ധിഷു ശുക്രം ബ്രഹ്മാണി മേ രക്ഷേച്ഛായാം ഛത്രേശ്വരി തഥാ ജ്വാലാമുഖി നഖജ്വാലാം അഭേദ്യ സർവസന്ധിഷു. സന്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ അനേകം ജോയിൻസ് ഉണ്ട് അല്ലേ, അതിനെല്ലാമാണ് സന്ധി എന്ന് പറയുന്നത്. അപ്പം നഖജ്വാലാം, നമ്മുടെ നഖങ്ങളൊക്കെ എങ്ങനെ ജ്വലിക്കും ദേവിമാരുടെ അനുഗ്രഹം കൊണ്ട്. ആ നഖ തേജസ്സിനെ ജ്വാലാമുഖി ദേവി രക്ഷിക്കണം. എല്ലാ സന്ധികളിലും അഭേദ്യ എന്ന് പറഞ്ഞാൽ ഭേദിക്കാൻ പറ്റാത്തത് അഭേദ്യ ദേവിയാണ്. അവിടെ ഒരു ദേവിയുണ്ട്. അതുപോലെ നമ്മുടെ നിഴലിനെ ഛത്രേശ്വരി, ഛത്രം എന്ന് പറഞ്ഞാൽ കുടയാണ്. ഇവിടെ നമ്മളെ നിഴലിനെയും, അല്ലെങ്കിൽ ദേവി ഒരു നിഴൽ പോലെ നമ്മളെ, അല്ലെങ്കിൽ ഒരു കുട പോലെ നമ്മളെ രക്ഷിക്കുക. ഏത് നേരവും നമുക്ക് ആശ്രയത്തെ തരുന്നു എന്നാണ്. ഛത്രേശ്വരിയും രക്ഷിക്കട്ടെ. ഛത്രം, കുട, ഛത്രേശ്വരി ദേവി എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു കുട പോലെ നിഴലിനെയും രക്ഷിക്കട്ടെ. അല്ലയോ ബ്രഹ്മാണി, ഭവതി എൻ്റെ ശുക്ലത്തെ രക്ഷിച്ചാലും എന്ന് പറയുകയാണ്. ഇവിടെ ശുക്രം ബ്രഹ്മാണിമേ രക്ഷേത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ശുക്രൻ ഒരു ക്ലെൻലിനെസ് എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ വൈറ്റ്, ക്ലീൻ, ഇതൊക്കെ അർത്ഥമുണ്ട് ഈ ശുക്രം എന്നുള്ള വാക്കിന്. ഇവിടെ ശുക്ലം എന്ന് പറഞ്ഞിരിക്കുന്ന ബീജം എന്നുള്ള അർത്ഥത്തിലാണ്. എൻ്റെ ബീജത്തെ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ശുക്രം ബ്രഹ്മാണിമേ രക്ഷേതെന്ന്. അത് ചില പുസ്തകങ്ങളിൽ ശുക്ലം എന്ന് തന്നെ അടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ഒരു നക്ഷത്രത്തിൻ്റെ പേര് ശുക്രൻ എന്നല്ലേ, അതുപോലെ അസുരഗുരുവിൻ്റെ പേര് ശുക്രൻ എന്നല്ലേ. ഇവിടെ ശുക്ലം ബ്രഹ്മാണിമേ രക്ഷേതെന്നാണ് കറക്റ്റ്. ഇവിടെ ബീജം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തത്, ഹേ ബ്രഹ്മാണി, ഭവതി എൻ്റെ ബീജത്തെ രക്ഷിച്ചാലും എന്നാണ് അതിൻ്റെ അർത്ഥം. ശുക്ലം ബ്രഹ്മാണിമേ രക്ഷേതെന്ന് പറഞ്ഞ്. ഇനി അടുത്തത്, അഹങ്കാരം മനോബുദ്ധിം രക്ഷമേ ധർമ്മചാരിണി. അഹങ്കാരം മനോബുദ്ധിം രക്ഷമേ ധർമ്മചാരിണി ദേവി, എന്നെ ധർമ്മമാർഗത്തിൽ ചരിക്കാൻ സഹായിക്കുന്ന ദേവിയാണ്, അല്ലെങ്കിൽ എന്നെ ധർമ്മമാർഗത്തിൽ ചരിപ്പിക്കുന്നവളാണ് ഈ ദേവി. അഹങ്കാരം, എൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കണം, സെൽഫ് പ്രൈഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മനസ്സിനെയും ബുദ്ധിയെയും എന്നെ പോഷിപ്പിക്കണം. എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണം, ബുദ്ധിയെ പോഷിപ്പിക്കണം. രക്ഷമേ ധർമ്മചാരിണി, അല്ലയോ ധർമ്മചാരിണി ദേവി, അവിടുന്ന് എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ചാലും എൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചാലും എന്ന് പറയുകയാണ്. എൻ്റെ അഹങ്കാരത്തെ നിയന്ത്രിച്ച് എന്നെ ധർമ്മമാർഗത്തിൽ ചരിക്കാൻ പ്രാപ്തയാക്കിയാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതായത് ഈ മനസ്സോട് ചേർന്നാണ്, അന്ധക്കരണം മനസ്സോട് ചേർന്ന് 4 വിധമാണ് ഇവിടെ മനഃശബ്ദം ചിത്തത്തെ, അതായത് മനസ്സിനെ പറയുന്നത്. ഇവിടെ മനഃശോകവിനാശിനി എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു ഇല്ലേ, മനഃശോകവിനാശിനി. ഇവിടെ ആ അർത്ഥമല്ല ഇവിടെ മനസ്സിനുള്ളത്. ഇവിടെ മനസ്സിന് നമ്മുടെ അന്ധക്കരണം എന്നുള്ള അർത്ഥമാണ്. അതായത് നമ്മുടെ ശോകം, നമ്മുടെ ഇമോഷൻസിനെ എല്ലാം നിയന്ത്രിക്കുന്ന, വിശേഷേണ അഹങ്കാരത്തെയൊക്കെ നശിപ്പിക്കുന്ന ദേവി എന്നാണ് ഇവിടെ അർത്ഥം. ഇനി അടുത്തത്, പ്രാണാപാനൗ തഥാവ്യാനം സമാനോദാനമേവ ച യശകീർത്തിം ച ലക്ഷ്മിം ച സദാ രക്ഷതു ചക്രിണി. ഇവിടെ പ്രാണാപാനൗ, പ്രാണൻ, അപാനൻ, ഇങ്ങനെ നമുക്ക് വായുക്കളുണ്ടല്ലേ. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ, ഇങ്ങനെ
അതുപോലെ യശസ്, കീർത്തി, ലക്ഷ്മി, ഇതിനെല്ലാമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ 5 വായുക്കളെയാണ് പറഞ്ഞിരിക്കുന്നത്: പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. അവരെല്ലാം യശസ്സിനെയും കീർത്തിയെയും ലക്ഷ്മിയെയും, ലക്ഷ്മി എന്ന പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഐശ്വര്യത്തിനെയാണ്. എല്ലാം ഇപ്പോഴും ചക്രേശ്വരി രക്ഷിക്കട്ടെ. ചക്രേശ്വരി വൈഷ്ണവി ശക്തിയാണ് ചക്രേശ്വരി. അപ്പം സൃഷ്ടി, സ്ഥിതി, സംഹാരം 3 ത്രിമൂർത്തികളുടെ കയ്യിലാണ്. ഇവിടെ സ്ഥിതിയാണ്. അതുപോലെ തന്നെ ഈ ചക്രേശ്വരി ദേവി എൻ്റെ പ്രാണങ്ങളെയും യശസ്സിനെയും കീർത്തിയെയും ഐശ്വര്യത്തെയും എല്ലായ്പ്പോഴും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ചക്രേശ്വരി ദേവിയോട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇനി അടുത്ത ശ്ലോകം മുതൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കേൾക്കാം അടുത്ത വീഡിയോയുടെ. കവചത്തിൻ്റെ 34-ാമത്തെ ശ്ലോകം മുതൽ വരെ പറഞ്ഞു. വീണ്ടും കാണാം.